മറ്റുള്ള ഭർത്താക്കന്മാര് ജോലിക്ക് പോകണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു കണ്ടു കയ്യാലെ പൊക്കോ പൊക്കോ പൊക്കോ. ഇയാള് പൊക്കോ 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 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? എനിക്ക് ജോലിയുള്ളത് ബീവറേജിലാ. അവിടെ ബില്ലടിക്കുന്ന സ്റ്റാഫാണ് ഞാൻ. അല്ലാതാണ് ഇയാള് പൊക്കോ 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 എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ തെറ്റെനിക്ക് പറയണം. ഒരു പലചരക്ക് കടയിലെ ജോലിക്കാരൻ രാത്രി പണി കഴിഞ്ഞ് വരുമ്പോ 2 പഴം അവനവന്റെ കൊച്ചിനെടുത്ത് കഷത്തിൽ വെക്കും. ഒരു ചായക്കടക്കാരൻ വീട്ടിൽ വരുമ്പോ 2 ബിസ്ക്കറ്റ് എടുത്ത് കയ്യിൽ വെക്കും. ഇവിടെ വരുമ്പോ ഒരു പൈന്റ്, ഒരു ക്വാർട്ടർ, ഒന്നും വേണ്ട ഇഷ്ടംപോലെ കാലിക്കുപ്പിണ്ട്. 2 പെഗ് എനിക്ക് കൊണ്ടുതരാൻ പാടില്ലേ? കൊണ്ടുതരാൻ പാടില്ലേ? കൊണ്ട് തരാൻ വേണ്ടിട്ട് എടോ, അങ്ങനെ കൊണ്ട് തരണമെങ്കിലേ ആ ബീവറേജ് ഒന്നെങ്കിൽ നിങ്ങളെ പിതാശ്രീ വകയായിരിക്കണം, അല്ലെങ്കിൽ എന്റെ പിതാശ്രീ വകയായിരിക്കണം. കേമായി നിന്റെ പിതാശ്രീ എന്റെ പിതാശ്രീ അങ്ങനെ കൂടെ ബിവറേജ് തുടങ്ങിയ ഒരു തുള്ളി പോലും നാട്ടുകാർക്ക് കിട്ടുമോടി? കിട്ടുമോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അന്തസ്സായിട്ട് ജോലിക്ക് പോയി പൈസ മേടിച്ചിട്ട് അതുകൊണ്ട് മേടിച്ചോണ്ട് വരണം. ഇവക്കളെ വർത്താനം കേട്ടാ തോന്നി ഞാൻ ഒരു പണിക്കും പോകണ്ട് വെറുതെ എവിടെ ഇരിക്കുമെന്ന്. അതല്ല സത്യം. എന്ത് സത്യം? ഇന്ന് നിങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പോയാഞ്ഞേ? ആര് പറഞ്ഞു എനിക്ക് പണി ഉണ്ടായിരുന്നു? മധുച്ചേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു, നിങ്ങൾ പോയില്ലെന്ന്. മധുച്ചേട്ടൻ എപ്പ പറഞ്ഞു? നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒന്ന് പറഞ്ഞു. അമ്പടാ, കാക്കയുടെ കൂട്ടിലെ കുയിൽ വന്ന് മുട്ടയിട്ട പരിപാടിയാണോ കാണിച്ച? അവനെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞ അവനെ പച്ചക്ക് കത്തിച്ച് ആ ചാരം കൊണ്ട് അപ്പല്ലിയേക്കും. ഇത്രയും പാടുണ്ടോ ചേട്ടാ ആ കായലിൽ പോയി കക്ക വാരാൻ? ഉണ്ടോ? അക്കടെ ഈ പറച്ചിൽ കേട്ട് ഞാൻ കായലിൽ കക്ക വാരാൻ ചെന്ന ഇന്നലെ. അവിടെ നിന്ന് ഭയങ്കര വേലിയേറ്റ സമയം. ഞാൻ മുങ്ങും പൊങ്ങും മുങ്ങും പൊങ്ങും. ഇത് കണ്ടേച്ച് ഇപ്പൊ പുറത്തിരുന്ന 2 പിള്ളേര് ആരുടെ ഫിഫയുടെ വേൾഡ് കപ്പ് കൂടുന്ന കായലിൽ കളഞ്ഞു. അങ്ങനെ അറിയാമോ പ്രശ്നം എന്തുവാ? എന്റെ പ്രശ്നത്തിൽ നീ ഇന്ന് പോകരുത്. എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണം. ഇങ്ങനെയുണ്ടല്ലോ എന്തോ ചെയ്തെന്നറിയോ? നാട്ടിലെല്ലാം ചെന്ന് പറഞ്ഞേക്കുക എന്റെ ഭാര്യ ബീവറേജിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്തോരം സാധനങ്ങൾ ബീവറേജിൽ നിന്ന് വാങ്ങുന്നോ അതിന്റെ പകുതി വില അയാൾക്ക് കൊടുത്താൽ മതിയെന്ന്. എന്നിട്ട് ആ പൈസ മേടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാന്നേ. നീ പോയാലും കൊള്ളാം പോയില്ലെങ്കിലും കൊള്ളാം, എനിക്ക് എന്റെ 7000 രൂപ വേണം. 7000 രൂപ? 7000 രൂപ? അപ്പുറത്തെ ബേബിച്ചാന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ വൈകിട്ട് സാധനം കൊടുക്കേണ്ടതാണ്. കാശ് ഞാൻ 7000 രൂപ മേടിച്ചു വെച്ചേക്കുവാ. അത് വിട്. 7 രൂപയല്ല 7000 രൂപയാ. അത് ഞാൻ വളരാൻ വേണ്ടി ഒരു ബാഗിലിട്ടേക്കുവാ. ബാഗിലോ? ഏത് ബാഗില്? ലുഡോ 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 കളിച്ചോളാം. 7000 രൂപ കളഞ്ഞിട്ട് വന്നേക്കോ കാലമാടൻ. നീ പോകരുത് പറഞ്ഞാ പോകരുത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നേ, ഇങ്ങോട്ട് നോക്ക്. എന്റെ ഈ താക്കോലുണ്ടോ നിങ്ങള്? ഇതെന്റെ ചോറാണിത്. ബീവറേജിന്റെ അതിന്റെ താക്കോലാണ് സ്ഥാപനത്തിന്റെ. ഈ ചോറ് നിങ്ങൾ മണ്ണ് വാരിയിടരുത്. ഇതാണോ നിന്റെ ചോറ്? അതെ. നിന്റെ ചോറിന്ന് നിന്റെ വേണ്ട. താക്കോല് വിഴുകിയ അവസ്ഥ അച്ഛനെ വിളിച്ച അടിച്ചിട്ട് കല്യാ പൊട്ടിക്കും. അതല്ല, അച്ഛനെ വിളിച്ച് പറയട്ടെന്ന്. ആരെയും വിളിക്കണി. ഹലോ ഹലോ, ഞാൻ അച്ചാച്ചന്റെ മോള്. അത് നീ പറഞ്ഞിട്ട് വേണം എനിക്കറിയാൻ. അയ്യോ എന്റെ പൊന്നച്ഛ, എന്റെ ഭർത്താവില്ലേ? അവനില്ലെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എന്റെ അച്ഛൻ സമാധാനത്തോടൊന്ന് കേക്ക്. എന്നാ മോനെ? എന്റെ ഭർത്താവ് താക്കോല് വിഴുങ്ങി. എന്റെ ദൈവമേ, പലതരം വിഷമം കണ്ടിട്ടുണ്ട്. താക്കോല് വിഴുങ്ങി വിഷമം തീർക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ടോ? വണ്ടിയുണ്ട്. അവന്റെ സ്വഭാവത്തിന് ആ വണ്ടിയാണ് അവൻ വിഴുങ്ങേണ്ടത്. താക്കോലിൽ ഒതുങ്ങിയത് അവന്റെ ഭാഗ്യം. അയ്യോ അച്ഛാ, വണ്ടിയുടെ താക്കോലല്ല ചേട്ടൻ വിഴുങ്ങിയത്. പിന്നെ അവൻ എന്താണ് വിഴുങ്ങിയത്? ബീവറേജിന്റെ താക്കോല. എന്നാത്തിന്റെ? ബീവറേജിന്റെ. അയ്യോ അച്ഛാ, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. കുറച്ച് കഴിയുമ്പോ ചന്തയിലോട്ട് 1/2 ലിറ്റർ മേടിക്കാൻ ഞാൻ പോവായിരുന്നതാണ്. അത് ഈ കാലപാടം നശിപ്പിച്ച്. എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, അവനെ പിടിച്ചൊന്ന് കുറഞ്ഞു നോക്കിയേ. അയ്യോ പറ്റത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ത്രിവർണൻ. അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ശരി. ചേട്ടാ ഇക്കള് മാറിയില്ലേ? എന്തോ ചേട്ടാ, കുറച്ച് എണ്ണയും മണ്ണെണ്ണയും കൂടെ ഒഴിച്ചാലോ? എന്നിട്ട് മൂക്കിക്കട 2 തിരികെ കത്തിക്കടി, നിന്റെ വിഷമം തീരട്ടെ. ഹലോ.